ഈ പോസിറ്റീവ് ചിന്ത കൊണ്ട് എന്ത് പ്രയോജനം? ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നന്നായിട്ട് അധ്വാനിക്കുകയല്ലേ വേണ്ടത്? എന്റെ ചില സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കുന്നതാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് ചിന്തകൾ ഗുണപ്രദം തന്നെയാണ്. ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. നിങ്ങളൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. എന്നാൽ പഠിക്കുന്നതിന് പകരം നിങ്ങൾ മുഴുവൻ സമയവും TV-യിലും സോഷ്യൽ മീഡിയയിലും ഇരുന്നതിന് ശേഷം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പാസ്സാകും എന്ന് പോസിറ്റീവായി ചിന്തിക്കുക മാത്രം ചെയ്താൽ നിങ്ങൾ പാസ്സാകുമോ? ഇല്ല. ഇനി നേരെ മറിച്ച് നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കുകയാണ്, രാവും പകലും നന്നായിട്ട് പഠിക്കുകയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്തകൾ കയറി വരികയാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഞാൻ ഈ പഠിക്കുന്നതൊക്കെ വെറുതെയാണ്, ഞാൻ ജയിക്കാനൊന്നും പോകുന്നില്ല, എന്നെക്കാളും കഴിവുള്ള ആളുകളൊക്കെ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടാകും എന്നൊക്കെ ചിന്തിച്ച് കൂട്ടുകയാണ്. ഇങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കും, ആത്മവിശ്വാസം കുറയ്ക്കും, ടെൻഷൻ കൂട്ടും. പരീക്ഷാ ഹാളിൽ നിങ്ങൾ പഠിച്ച കാര്യം പോലും മറന്നു പോകാൻ ഈ നെഗറ്റീവ് ചിന്തകൾ പലപ്പോഴും കാരണമായി മാറുകയും ചെയ്യും. അപ്പോൾ സത്യം ഇതാണ്, നിങ്ങൾക്ക് രണ്ടും ആവശ്യമാണ്. പോസിറ്റീവ് ചിന്തകളും ആവശ്യമാണ്, അധ്വാനവും ആവശ്യമാണ്. തീർച്ചയായും പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്. പോസിറ്റീവ് ചിന്തകൾ അതിനുള്ള ആത്മവിശ്വാസം, ഊർജം, വ്യക്തത ഇവ നൽകും. മാത്രമല്ല പലപ്പോഴും ആ അധ്വാനത്തെ എളുപ്പമാക്കാനുള്ള വഴികൾ തുറന്നു കിട്ടാനും ഈ പോസിറ്റീവ് ചിന്തകളും സന്തോഷകരമായ മനസ്സും സഹായിക്കുന്നു എന്നുള്ളതാണ്.